ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ ഇന്ന് താത്താൻ്റെയും അലിയൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആണ്. ഇന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമയം 11 മണി 12 മണി ആവണുള്ളൂ. അപ്പോൾ നാളെ മാർച്ച് 17 ആണ് ഒരു വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ ഞങ്ങളൊരു ഗിഫ്റ്റായിട്ട് വന്നേക്കാണ്. അപ്പൊ ഇന്ന് രാത്രി തന്നെ നമുക്ക് അവരെ പോയിട്ട് സർപ്രൈസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഗിഫ്റ്റിന് ഒരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട്. താത്ത ഒരു ഹോം ബേക്കർ ആയതുകൊണ്ട് തന്നെ താത്ത അല്ല മിക്ക കേക്ക്സും ഉണ്ടാക്കുക. അപ്പൊ ഇവരുടെ ആനിവേഴ്സറി അല്ലെങ്കിൽ ആരുടെയും ബർത്ത്ഡേ വരുമ്പോഴൊക്കെ നമ്മളുടെ ബർത്ത്ഡേസും ആനിവേഴ്സറി ഒക്കെ താത്ത തന്നെ കേക്ക് ഉണ്ടാക്കാം. അപ്പൊ താത്താക്ക് വേറൊരു സ്ഥലത്ത് നിന്നുള്ള കേക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാറില്ല. അപ്പൊ ഞാൻ ഇതുപോലെ എന്റെ മുമ്പത്തെ ബർത്ത്ഡേക്ക് നമ്മൾ ചോക്കോലാലിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. താത്ത ഇവിടെ ഉണ്ടായില്ല നാട്ടിലുള്ള ടൈമില്. അപ്പൊ ഇങ്ങനെ താത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു താത്താക്ക് ഇങ്ങനെ ചോക്കോലാലയത്തെ കേക്ക് ടേസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, തീരെ വാങ്ങിക്കലില്ല, താത്ത എന്നല്ലേ ഉണ്ടാക്കില്ലെന്നൊക്കെ പറയാം. അപ്പൊ ഇവരെ ആനിവേഴ്സറി ആന്ന് പറഞ്ഞ അപ്പൊ തന്നെ ഞങ്ങക്ക് വന്ന ഐഡിയ ആണ്, നമുക്ക് ചോക്കോലാലിന്ന് ഒരു അടിപൊളി കേക്ക് വാങ്ങിച്ചിട്ട് താത്താനെയും അലിയനെയും സർപ്രൈസ് ആക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മള് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമ്മള് പോവാണ് അവരുടെ അടുത്ത്. അല്ലെ, പോയിട്ട് ഉറങ്ങിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നാളെ ഓഫീസിലാരണ്ട് ഉറങ്ങോ അറിയില്ല, നമുക്ക് നോക്കി നോക്കാം, അവിടെ പോയിട്ട് നോക്കി നോക്കാം. അപ്പോ അവിടെ പോയിട്ട് കാണാം. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. Happy anniversary, Maria. Anna, happy anniversary. സർപ്രൈസ് ആവൂലല്ലോ. Happy wedding anniversary. Give me a handshake. അവൾക്ക് ഇപ്പൊ പരിചയായി ഇങ്ങോട്ട് വന്നിട്ട്. എന്താ നോക്കിയൊക്കെ ഇവിടേക്കൊക്കെ ആരെങ്കിലും കേക്ക് മേടിച്ചിട്ട് വരുമോ? നമുക്ക് കേക്ക് നമ്മള് കേക്ക് ഉണ്ടാക്കി കൊടുത്തല്ലാതെ വേറൊരു കേക്ക് ഒരു 5-6 കൊല്ലായിട്ട് വേറെ കേക്ക് കഴിച്ചലില്ല. ഞാൻ തന്നെ ഉണ്ടാക്കി, ഞാൻ തന്നെ കത്തിയാണ് തന്നില്ല കേട്ടോ. ഞങ്ങളിപ്പോ തന്നെ ഹാപ്പി ആനിവേഴ്സറി 21st ആണ് കേട്ടോ. 21st to you. Happy anniversary to you. Happy anniversary to you. Yay! Ruwa? Ruwa? Gilly photo ഉണ്ട്. എനിക്കാണ് ചോക്ലേറ്റിന്റെ. ഞാൻ എടുത്ത് കൊടുക്കണം. ഞാനും നമ്മൾക്ക് ചോക്ലേറ്റ് കയ്യിൽ പിടിച്ചോ. ചോക്ലേറ്റ് 3 ദിവസമായി അടുപ്പിച്ച്
No thanks. എന്ത് ബീക്കാ Sajo. Okay. നെക്സ്റ്റ് ഡേ താത്തയും അളിയനും അവരുടെ ആനിവേഴ്സറി സ്പെഷ്യലായിട്ടുള്ള ഒരു നോമ്പ് തുറ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്ക് വേണ്ടിയിട്ട് വന്നേക്കാണ്. അപ്പോൾ റുവ ബേബി ഇത് അടിപൊളി ഡ്രസ്സും ഹെയർ ബൊക്കെ ഇട്ടിട്ട് സുന്ദരിയായി വന്നിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നോമ്പ് തുറ പ്രിപ്പറേഷൻസ് ഒക്കെയാണ്. അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് ആണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഏകദേശം ബാങ്ക് കൊടുക്കാനുള്ള ടൈമൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പോൾ ടേബിളിൽ നമ്മളെ നോമ്പ് തുറ ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഷവർമ റോൾ, ഉന്നക്കായ, പിന്നെ ചട്ടിപ്പത്തിരിയാണ് കേട്ടോ. പിന്നെ ഇതേ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജ്യൂസൊക്കെ ഗ്ലാസ്സിൽ ഒഴിച്ച് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ താത്തായുടെ സ്പെഷ്യൽ ആയിട്ടുള്ള രസ്മലായി കേക്ക് പുഡിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പ്ലേറ്റിലാക്കുന്നുണ്ട്. ഇതിന്റെ കസിൻ സിസ്റ്റർ എവിടെ? എന്റെ ഫേവറേറ്റ് കസിൻ സിസ്റ്ററാ. അങ്ങനെ പിന്നെ എല്ലാവരുടെയും നോമ്പ് തുറക്കലും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ തറാവിക്ക് പോയിക്കാണ്. ആ ഒരു ടൈമിൽ തന്നെ ഇനി രാത്രിക്കലത്തെ ഫുഡിൻ്റെ പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ബിരിയാണിയൊക്കെ ദമ്മിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ള ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ബീഫ് ബിരിയാണിയും പിന്നെ ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ആനിവേഴ്സറി സ്പെഷ്യലായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡെല്ലാം കഴിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ നമ്മളെല്ലാവരും വീട്ടിൽ പോയി. അപ്പോൾ ഇത്രയൊക്കെയാണ് ആനിവേഴ്സറി സ്പെഷ്യൽ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.